എറണാകുളത്ത് പാലിയത്തുകാവിലാണ് സംഘർഷമുണ്ടായത്. കുടിയൊഴിപ്പിക്കലിന് വേണ്ടി പോലീസ് നിർബന്ധമായി ഇടപെട്ടു. അവിടെ സംഘർഷമുണ്ടായി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്ക് പറ്റിയെന്നാണ് കരഞ്ഞുകൊണ്ടവർ പറയുന്നത്. അസുഖകരമായൊരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. പാലിയത്തുകാവിൽ നേരത്തെ തന്നെ 8 കുടുംബങ്ങളെ ഒഴിപ്പിക്കാനുള്ള കോടതി ഉത്തരവ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി അഭിഭാഷക കമ്മീഷൻ എത്തിയിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ മടങ്ങിപ്പോവുകയായിരുന്നു, എതിർപ്പിനെ തുടർന്ന് മടങ്ങിപ്പോവുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ കോടതിയലക്ഷ്യ നടപടി നേടുമെന്ന സാഹചര്യത്തിലാണ് ഈ നടപടിയിലേക്ക് പോയതെന്നൊക്കെ പറയപ്പെടുകയാണ്. അക്കാര്യത്തിൽ ഇനിയും കൂടുതൽ വിശദീകരണമൊക്കെ വരേണ്ടതുണ്ട്. പാലിയത്തുകാവിൽ പക്ഷേ ഇന്നുണ്ടായത് അത്ര സുഖകരമായൊരു സാഹചര്യമല്ല. പുതിയ സർക്കാർ വന്ന് അടുത്ത ദിവസം അത്തരമൊരു സാഹചര്യമുണ്ടായി. പോലീസ് ഏത് സാഹചര്യത്തിലാണ് ബലപ്രയോഗത്തിലേക്ക് കടന്നത് എന്ന കാര്യത്തിൽ കുറെ കൂടി വ്യക്തത ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. ഈ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടു ഉടനെ തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇടപെട്ട് കുടിയൊഴിപ്പിക്കൽ നിർത്തിവെക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകി. അതിന് പിന്നാലെ പോലീസ് പിൻവാങ്ങിയിട്ടുണ്ട്. തളർന്നു വീണ 1-2 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേസമയം പി ശ്രീധരൻ മുൻ MLA ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷവും പോലീസ് നടപടി ഉണ്ടായില്ല. ഇപ്പോഴെങ്ങനെ ഈ നടപടി ഉണ്ടായി എന്ന ചോദ്യം ഉന്നയിക്കുകയാണ്. അതേസമയം തന്നെ അഭിഭാഷക കമ്മീഷന്റെ ഭാഗത്തു നിന്നും വ്യക്തമായൊരു മറുപടി ഉണ്ടാകാതെ പോകുകയും ചെയ്യുന്നുണ്ട്. വിഷയത്തിൽ രാഷ്ട്രീയമുണ്ട് എന്ന കാര്യം വ്യക്തമാകുന്നുണ്ട്. ആ രാഷ്ട്രീയം ഏത് നിലയിലാണ് ഈ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടിയിൽ പ്രതിഫലിച്ചത് എന്ന കാര്യത്തിലാണ് ഇത് വ്യക്തത ഉണ്ടാകേണ്ടത്. പോലീസ് നടപടി ഉണ്ടായ ദൃശ്യങ്ങൾ കണ്ടതിന് തൊട്ടു പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇടപെട്ട് നടപടികൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടത്. അരുൺ ശങ്കർ വിവരങ്ങൾ. അരുൺ, ഇപ്പോഴത്തെ അന്തരീക്ഷം എങ്ങനെയാണ്? എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്? കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടോ? ഇപ്പോൾ അന്തരീക്ഷം ശാന്തമായി എന്ന് തന്നെ പറയാം. പക്ഷേ എങ്കിൽ പോലും ഈ വീടുകളിൽ താമസിക്കുന്ന സ്ത്രീകൾക്ക് ആശങ്ക ഒഴിയുന്നില്ല എന്നുള്ളതാണ്. PV ശ്രീധരൻ അല്പസമയം മുമ്പ് ഇവിടെ എത്തി. മുൻ MLA ആണ്. കഴിഞ്ഞ 5 വർഷം ഈ കോടതി ഉത്തരവുകളും ഇടപെടലും ഒക്കെ ഉണ്ടായപ്പോഴും ആ ഉത്തരവ് നടപ്പിലാക്കാതിരിക്കാനുള്ള ഇടപെടൽ തങ്ങൾ നടത്തി. പക്ഷേ മാറി വന്ന സർക്കാർ 3-ാം ദിവസം തന്നെ ഇവരെ കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. സ്ത്രീകളെ ഉൾപ്പെടെ പോലീസ് മർദ്ദിച്ചു. മാറിയ പോലീസിന്റെ സമീപനമാണ് കാണുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കണ്ട് മാതൃഭൂമിയിലെ ദൃശ്യങ്ങൾ കണ്ടിട്ടാണ് ആഭ്യന്തരമന്ത്രി ഇടപെട്ട. അപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിർദ്ദേശമുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് നിർത്തിവെക്കാനുള്ള നിർദ്ദേശം വരുമോ? അക്കാര്യത്തിൽ സംശയമുണ്ട്. എന്താണ് ഇതിന്റെ ഒരു നടപടിക്രമം? എങ്ങനെയാണ് പെട്ടെന്ന് അവിടെ ഇങ്ങനെ ഒരു അന്തരീക്ഷം രൂപപ്പെട്ടതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത കിട്ടുന്നുണ്ടോ? രതീഷ്, ഇക്കാര്യത്തിലൊരു സർക്കാരിന്റെ ഇടപെടൽ അല്ലെങ്കിൽ സർക്കാർ കക്ഷിയായ ഒരു വിഷയമല്ല എന്നുള്ളതാണ്. ഇത് റവന്യൂ തർക്കമാണ്, അതായത് ഭൂമി തർക്കമാണ്. ആ ഭൂമി തർക്കത്തിൽ കോടതി ഉത്തരവുണ്ടാകുന്നു, ഹൈക്കോടതി ഉത്തരവുണ്ടാകുന്നു, സുപ്രീം കോടതി ഉത്തരവുണ്ടാകുന്നു. ആ ഉത്തരവ് നടപ്പിലാക്കാനായിട്ടാണ് പോലീസ് കഴിഞ്ഞ 14 തവണയും വന്നത്. ഈ 15ാം തവണയും ആ ഉത്തരവ് നടപ്പിലാക്കാനാണ്. കാരണം ആ ഉത്തരവ് നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹർജിക്കാരൻ പെരുമ്പാവൂർ കോടതിയെ സമീപിച്ചിരുന്നു. അപ്പോൾ പെരുമ്പാവൂർ കോടതി ഇനി ഉത്തരവ് നടപ്പിലാക്കിയില്ലെങ്കിൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കും എന്ന് അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ സന്നാഹങ്ങളുമായിട്ട് പോലീസ് ഇവിടെ എത്തുന്നത്. അതൊരു നിയമപരമായ അല്ലെങ്കിൽ ഒരു നിയമം അല്ലെങ്കിൽ ഒരു ഉത്തരവ്, കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള നടപടികളാണ് കണ്ടത്. പക്ഷേ അത്തരത്തിലുള്ള ഉത്തരവുകൾ നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യത്വപരമായ സമീപനം ഉണ്ടാകണം. നമുക്കറിയാം, സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ഉത്തരവാണ് ഈ സഭാ തർക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ശബരിമല വിഷയം ഒക്കെ തന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഉത്തരവുകളാണ് അല്ലെങ്കിൽ വിധികളാണ്. ആ വിധികളൊക്കെ നടപ്പിലാക്കുമ്പോൾ നമ്മൾ മനുഷ്യന്മാരുടെ വികാരം കൂടി പരിഗണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സഭകളുടെ വികാരം പരിഗണിച്ചിട്ടുണ്ട്, സാമൂഹ്യ അന്തരീക്ഷം പരിഗണിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ ഒരു വിഷയം ഇവിടെ കൂടി പരിഗണിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥർ അത്തരത്തിൽ പെരുമാറണം എന്ന് പറയുന്നത്. പക്ഷേ അഭിഭാഷക കമ്മീഷൻ അതിവൈകാരികമായിട്ടാണ് പെരുമാറിയത്. അതായത് ഇവരുടെ നിന്ന് കുടിയൊഴിപ്പിച്ച് മതിയാകും എന്നൊരു നിലപാടാണ് അദ്ദേഹം എടുത്ത്. ഇത്രയും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോഴും സ്ത്രീകളുടെ ഉപരോധം അല്ലെങ്കിൽ പ്രതിരോധം ഉണ്ടായപ്പോഴും അതിനെ തട്ടിമാറ്റിക്കൊണ്ട് പോലീസ് മുന്നോട്ട് പോകണം എന്നൊരു നിർദ്ദേശമാണ് അദ്ദേഹം നൽകിയത്. എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോടതി ഉത്തരവുകൾക്ക് അപ്പുറത്തേക്ക് മനുഷ്യത്വപരമായ ഒരു സമീപനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അതിന്റെ ഒരു ആദ്യപടിയായിട്ട് വേണമെങ്കിൽ നമുക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഈ പോലീസ് നടപടി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയതിനെ കാണാം. അതിനങ്ങനെ പ്രതീക്ഷ നമുക്ക് കാണാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഈ 8 കുടുംബങ്ങൾ വഴിയാധാരമാകും, അവർക്ക് മറ്റു മാർഗ്ഗങ്ങളില്ലാതെ വരും. അപ്പോൾ അവർ വർഷങ്ങളായി ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന ഒരാൾ പോലും ഇവിടുത്തെ കുടിയേറ്റക്കാരല്ല എന്നുള്ളതാണ്. കാരണം അവരുടെ പൂർവികരായിട്ട് ഇവിടെ തുടർച്ചയായിട്ട് ജീവിച്ചു വരുന്നവരാണ്. അവരെ സംബന്ധിച്ച് അവരുടെ സ്വന്തം ഭൂമിയാണ്, അവർ കരമടച്ച ഭൂമിയാണ്. അപ്പോൾ അവർ ജനിച്ചു വീണ അല്ലെങ്കിൽ അവരുടെ അച്ഛനും അമ്മയും ജനിച്ചു വീണ ഈ മണ്ണിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്നു, ഒരു നിയമപ്രശ്നത്തിന്റെ പേരിൽ ഇറങ്ങേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തം ഈ നാട്ടിലെ സർക്കാരിനുണ്ട്. ആ സർക്കാർ ആ ഉത്തരവാദിത്തം നിർവഹിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമാധാനപരമാണ് അവിടുത്തെ അന്തരീക്ഷം. അതേസമയം തന്നെ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. സർക്കാർ മുന്നിലേക്ക് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഇത് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സർക്കാർ വന്ന് ആദ്യത്തെ 2-3 ദിവസത്തിനിടയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. നേരത്തെയുള്ള പ്രശ്നമാണെങ്കിൽ ഇപ്പോൾ പതിറ്റാണ്ടുകൾ നീണ്ട തർക്കമാണ്, കോടതി വ്യവഹാരമാണെങ്കിൽ പോലും പാലിയത്തുകാവിലെ ഈ ദൃശ്യങ്ങൾ അത്ര സുഖകരമായ ഒന്നല്ല. പുതിയ സർക്കാരിനെ സംബന്ധിച്ച് അതിൻ്റെ ഗ്രേസ് കുറയ്ക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണിത് എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവും ഒരു തരത്തിലുള്ള സംശയവും ആർക്കും ഉണ്ടാകില്ല. കോടതി നടപടിയാണ് എങ്കിൽ പോലും അങ്ങനെ അഭിഭാഷക കമ്മീഷൻ വാശി പിടിക്കുന്ന സാഹചര്യം എന്താണ്?
കോടതി ഏത് നിലയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയും? ഇനി കോടതിക്ക് പുറത്ത് ഇപ്പോൾ ഉത്തരവ് അത് മറികടക്കാൻ കഴിയില്ലെങ്കിൽ കോടതിക്ക് പുറത്ത് എങ്ങനെ ഈ വിഷയം പരിഹരിക്കാൻ കഴിയും എന്ന ചോദ്യങ്ങളുണ്ട്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ദീർഘകാലമായി അവിടെ താമസിക്കുന്ന കുടുംബങ്ങളാണ്. ആ വിഷയത്തിൽ എങ്ങനെ ഇടപെടാൻ കഴിയും മനുഷ്യത്വപരമായി എന്ന ചോദ്യമാണ്. മനുഷ്യത്വപരമായി സർക്കാരുകൾ പ്രവർത്തിക്കുക, പോലീസ് പ്രവർത്തിക്കുക, അപേക്ഷ കമ്മീഷൻ പ്രവർത്തിക്കുക, കോടതികൾ പ്രവർത്തിക്കുക എന്താണല്ലോ നിയമത്തിൻ്റെ കണ്ണിയിലെ കൃത്യത മാത്രമല്ലോ. മനുഷ്യത്വപരമായി കോടതികൾ പ്രവർത്തിക്കണം എന്നത് സുപ്രീം കോടതി തന്നെ പലവേള, കേരള ഹൈക്കോടതി അടക്കം പലവേള വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നിയമത്തിൻ്റെ സാങ്കേതികതകൾക്ക് അപ്പുറത്തേക്ക് മനുഷ്യത്വപരമായി വേണം കാര്യങ്ങളെ കാണാൻ, അല്ല യാന്ത്രികമായല്ലോ നിയമം നടപ്പാക്കേണ്ടത്. അക്കാര്യം സുപ്രീം കോടതിയും കേരള ഹൈക്കോടതിയും പല കേസുകളിൽ പല ഘട്ടങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ മനുഷ്യത്വപരമായ ഒരു സമീപനം ഉണ്ടാകണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മനുഷ്യത്വപരമല്ലാത്തൊരു സമീപനം അവിടെ അല്ലെങ്കിൽ ഉണ്ടായോ എന്ന കാര്യത്തിലൊക്കെ പരിശോധന അനിവാര്യമായി വരുന്നൊരു സ്ഥിതിയാണ്. പാരിയത്തുകാവ് എന്നുള്ള നേരത്തെയുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. ഈ തർക്കത്തിനിടയിൽ അല്പം ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിട്ടുണ്ട്, ബോധക്ഷയം ഉണ്ടായതായി ആ ദൃശ്യങ്ങൾ തോന്നുന്നു. അവരെ ഉൾപ്പെടെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ പോലീസ് നടപടി പെട്ടെന്ന് നിർത്തിവെച്ചു. മാതൃഭൂമി ന്യൂസിലെ ദൃശ്യം കണ്ടതിന് ശേഷം വാർത്ത കണ്ട ഉടൻ തന്നെ ആഭ്യന്തരമന്ത്രി ആ വിഷയത്തിൽ ഇടപെട്ടു, രമേശ് ചെന്നിത്തല ഇടപെട്ടു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് വേഗത്തിൽ പോലീസ് നടപടി നിർത്തിവെക്കണമെന്ന നിർദ്ദേശം ഉണ്ടാകുന്നത്. അതിൻ്റെ തുടർച്ചയായി പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ തന്നെ അവിടുത്തെ പോലീസ് നടപടി ഇല്ലാതാവുമെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇടപെട്ടാൽ കാര്യങ്ങൾ നടക്കും, ഇടപെടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കും എന്നാണ് സ്ഥിതി എന്നതാണ് അതെല്ലാവർക്കും അറിയുന്നതുമാണ്. അപ്പോൾ ഇങ്ങനൊരു പോലീസ് നടപടി ഉണ്ടായ സാഹചര്യം എന്താണ്, ഇക്കാര്യത്തിൽ എന്ത് പരിഹാരം എന്നത് പുതിയ സർക്കാരിനെ സംബന്ധിച്ച് വളരെ പ്രധാനമായും മാറുകയാണ്. നേരത്തെയുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ സമാധാന അന്തരീക്ഷമാണ്. അരുൺ ശങ്കർ തുടരുന്നുണ്ട്. അരുൺ, ഈ പുതിയ സർക്കാരിൽ വിശ്വാസമുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാകും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും ഈ പുതിയ സർക്കാരിൽ അവർക്ക് വിശ്വാസം ഉണ്ട് എന്നുള്ളതല്ല, വിശ്വസിക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ഈ പോലീസ് നടപടി തുടങ്ങിയതിനു ശേഷം സർക്കാർ ഇടപെട്ട് പോലീസ് പിന്മാറേണ്ടി വന്നു. സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ ഇടപെടൽ ആവശ്യമാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. സർക്കാർ ഈ ഭൂമി ഏറ്റെടുത്തതിന് ശേഷം ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്നതാണ് അവർ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിൽ തന്നെയാണ് അവർക്ക് വിശ്വാസം. കാരണം കോടതിയിൽ അവർ സുപ്രീം കോടതിയിൽ വരെ പോയി, പക്ഷേ പ്രതികൂല ഉത്തരവാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ പുതിയ സർക്കാരിൽ അവർ വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. ആ സർക്കാരിലൂടെ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ കഴിയൂ എന്നുള്ളതാണ് അവർ പറയുന്നത്. അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചിലരെ ആശുപത്രിയിലേക്ക് മാറ്റി. പാരിയത്തുകാവിലാണ് ഈ സംഘർഷം ഉണ്ടായത്. PV സ്നേഹിജൻ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉൾപ്പെടെ ഉന്നയിക്കപ്പെടുകയുമാണ്.